24 മണ്ഡലം ചുറ്റുന്ന മകളകൾ ഇന്ന് പര്യടനം നടന്ന കാസർഗോഡ് മണ്ഡലത്തിലാണ്. കാസർഗോഡ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കല്ലട്ര മാഹിൻ ഹാജിയും MLA NA നെല്ലിക്കുന്നും 24 ചേരുന്നു. കാസർഗോഡ് മണ്ഡലത്തിൽ CPM BJP ഡീൽ ഉണ്ടെന്ന് കല്ലട്ര മാഹിൻ ഹാജി 24 പറഞ്ഞു. അനുജ രാജേഷും സ്മിത ഹരിദാസും തയ്യാറാക്കിയ റിപ്പോർട്ട്. മണ്ഡലം ചുറ്റും മഹിളകൾ ഇന്ന് എത്തി നിൽക്കുന്നത് കാസർഗോഡ് മണ്ഡലത്തിലാണ്. രാവിലെ തന്നെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മോർണിംഗ് വാക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. UDF-ന്റെ യുവജന സംഘടനകൾ സംഘടിപ്പിച്ച മോർണിംഗ് വാക്കിലാണ് ഞങ്ങളുടെ നമ്മുടെ UDF സ്ഥാനാർത്ഥിയുണ്ട്. ഒപ്പം ഇവിടുത്തെ മുൻ MLA എന്ന് പറയാം, മുൻ MLA NA നെല്ലിക്കുന്നുണ്ട്. കല്ലട്ര മാഹിൻ ഹാജിയാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി. എങ്ങനെയുണ്ട് രാവിലെ തന്നെ ഈ ചൂട്? ഇവിടെ എങ്ങനെയാ കാസർഗോഡ് ചൂട്? രാവിലെ അങ്ങനെ ചൂടില്ല, വലിയ ചൂട് വരുന്നതിന് മുമ്പാണ് ഇപ്പൊ ഇത് നടക്കുന്നത്. അപ്പോൾ ഇത്തവണ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്? ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതാണ് ഏറ്റവും മുഖ്യമായ ഒരു പ്രശ്നം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. MLA ചെയ്തു വെച്ച പല പ്രവർത്തികളും പൂർത്തീകരിക്കാനുണ്ട്. അതിപ്പോ രണ്ടുപേരും ഉണ്ടെന്നുള്ള അതും ഒരു അപൂർവമായ, നമ്മൾ ഇതുവരെ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. സിറ്റിംഗ് MLA-യും സ്ഥാനാർത്ഥിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു. അപ്പോൾ എന്താണ് ഇപ്പോൾ പുതിയ ആളോട് പറയാനുള്ളത്? ഞാൻ പൂർത്തിയാക്കാതെ പോയി, എനിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ചില കാര്യങ്ങൾ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ പ്രയോറിറ്റി നൽകേണ്ടുന്നത് എന്ത്? അങ്ങനെ പറയാനുള്ളത് എന്താണ്? ഒന്നിച്ചുള്ള കാഴ്ച അപൂർവമാണ് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അപൂർവതകളുടെ നാടാണ് കാസർഗോഡ്, സവിശേഷതകളുടെ നാടാണ് കാസർഗോഡ്. ആ മണ്ഡലത്തിൽ ഇതുവരെയായി ഞങ്ങളൊക്കെ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം. സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ പോകാം. സ്ഥാനാർത്ഥിക്ക് ഇച്ചിരി പൊക്കം കൂടുതലാട്ടോ. ഏറ്റവും ആദ്യം എന്താണ് ഒരു വികസനം എന്ന രീതിയിൽ? ഒരു വികസനം നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ സമാധാനമുണ്ട്. റിയാസ് മൗലവി എന്ന ഒരു മൗലവിയെ കൊലപ്പെടുത്തിയപ്പോൾ അന്ന് ഇവിടെ ഒരു വലിയ വികാരമുണ്ടായിരുന്നു. ഒരു കലാപഭൂമിയായി മാറുമായിരുന്ന കാസർഗോഡിനെ MLA-യും മുസ്ലിം ലീഗ് പാർട്ടിയുമാണ് സമാധാനത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയത് എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞ നിയമസഭാ രേഖകളുണ്ട്. അപ്പം മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും മുഖ്യ ലക്ഷ്യം, UDF എന്ന് പറയുമ്പോൾ അതിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെയും മുഖ്യ ലക്ഷ്യം, കോൺഗ്രസ് ഇപ്പോൾ കഴിഞ്ഞല്ല അതിന് മുമ്പത്തെ തവണ 40ഓളം സീറ്റിൽ ഒതുങ്ങിയെങ്കിലും അവരുടെ നിലപാടിലൊരു മാറ്റവും വരുത്താൻ അവർ തയ്യാറായില്ല. എന്ത് ഡീലുണ്ടായാലും കാസർഗോഡ് ജനങ്ങളെ അംഗീകരിക്കാൻ പോകുന്നില്ല. അത് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇപ്പോൾ കഴിഞ്ഞ 48 വർഷമായി UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് കാസർഗോഡ്. ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് CT അഹമ്മദ് അലി സാഹിബിന് ലഭിച്ച 19,000 ചില്ലുവാനും 20,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതിനെ മറികടക്കുമെന്നാണ് പ്രവർത്തകർ ഉറപ്പ് പറയുന്നത്. ഡീലുണ്ടാവുമായിരിക്കും. ഡീലുണ്ടോ ഇല്ലെന്ന് ഞങ്ങൾ അന്വേഷിക്കാനേ പറ്റില്ല. എന്താണ് ആ ഡീലുണ്ടെങ്കിൽ UDF മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ സഹായിക്കുന്നതിന് വേണ്ടിയായിരിക്കും LDF. അത് UDF മുന്നോട്ട് വെക്കുന്ന ഡീൽ ആരോപണം ശരിക്കും നിങ്ങളും അത് അങ്ങനെ ഉണ്ടെന്ന് തന്നെയായിരിക്കും വിശ്വസിക്കുന്നത്. പക്ഷെ MLA അശ്വതിയും പറഞ്ഞു ഇവിടുത്തെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായി LDF-ഉം UDF-ഉം കൂടിയാണ് ഡീൽ എന്ന് പറയുന്നത്. അത് കണ്ടാൽ അറിയാമല്ലോ. ഇപ്പം എല്ലാവർക്കും ഒരു പൊതു സ്വതന്ത്രനെ നിർത്തുന്നത് മഞ്ചേശ്വരത്ത് SDPI-യുമായി സഖ്യം ചെയ്തുകൊണ്ട് SDPI നേതാക്കളാണ് ആദ്യം പറഞ്ഞത്. ഒരു പൊതു സ്വതന്ത്രനെ LDF-ഉം SDPI-യും പിന്തുണച്ചുകൊണ്ട് SDPI-യുടെ സ്ഥാനാർത്ഥിയായി ഇതേ ഷാനവാസ് പാദൂറിനെ മഞ്ചേശ്വരത്ത് മത്സരിപ്പിച്ച് അതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. AK അഷ്റഫിനെ 700ഓളം വോട്ടിന് വിജയിച്ച AK അഷ്റഫിനെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു. പിന്നീട് പിൻവലിച്ചത് ജനങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് പത്രങ്ങളിൽ വന്നു SDPI-യുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇത് കാസർഗോഡും അതുപോലെ ഒരു ഡീല് നടത്തിയത് അതേ സ്ഥാനാർത്ഥിയാണ് കാസർഗോഡ് വരുന്നത്. അപ്പൊ നമ്മൾ കാസർഗോഡ് മണ്ഡലത്തിലെ പര്യടനം തുടരുകയാണ്. തൽക്കാലം ഇവിടെ നിന്ന് സൈനിങ് ഓഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.